പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ വിലവർധനവിലും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിലും പ്രതിഷേധിച്ച് സിപിഐഎം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറത്ത് വൻ പ്രതിഷേധ ജാഥയും ധർണയും സംഘടിപ്പിച്ചു. എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും തൊഴിൽ കേന്ദ്രങ്ങളിലേക്കും നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കുറ്റിപ്പുറത്തും സമരം അരങ്ങേറിയത്. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയാധിപത്യം ഉറപ്പിക്കുന്നതിനായി വോട്ടെടുപ്പ് കഴിയും വരെ വില വർദ്ധിപ്പിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ ബലം പുറത്തുവന്നതിന് പിന്നാലെ തുടർച്ചയായി 7 തവണയാണ് വില വർദ്ധിപ്പിച്ചത്. ബിജെപിയെയും RSSനെയും കടന്നാക്രമിച്ചായിരുന്നു സിപിഐഎം നേതാക്കളുടെ പ്രസംഗം. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിൽ കേന്ദ്ര സർക്കാർ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുമായി ഒത്തുകളിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കൂടിയപ്പോൾ വിപണിയിൽ ഇടപെട്ട ഗവൺമെന്റ് ഇപ്പോൾ എണ്ണക്കമ്പനികൾ ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്നും അവർ ചോദ്യം ചെയ്തു. മുൻപ് കോൺഗ്രസ് ഭരണകാലത്താണ് ഇത്തരത്തിൽ വിലനിർണ്ണയാധികാരം കമ്പനികൾക്ക് എഴുതി കൊടുത്തതെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ നികുതി നയങ്ങളിലും മുഖ്യമന്ത്രിയുടെ നിലപാടുകളിലും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പെട്രോളിന്റെ സംസ്ഥാന നികുതി കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യത്തിൽ നിന്നും മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞു എന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻ മന്ത്രിയും MLAയുമായ KT ജലീലിന്റെ പ്രസ്താവനയും ശ്രദ്ധേയമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രതികരിച്ചത്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകുന്നുണ്ടെന്നും പെട്രോളിന്റെ അധിക നികുതി ഇനത്തിൽ മാത്രം ഒരു മാസം 1300 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ടെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി. ഈ തുക ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറ്റിപ്പുറത്ത് നടന്ന ധർണ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം രാജീവ്, വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് പ്രാദേശിക നേതാക്കൾ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കേന്ദ്ര ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് സിപിഐഎം തീരുമാനം. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.